ബൈബിളിലൂടെ ഒരു തീർത്ഥയാത്ര. ഈ പഠനപങ്ക്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിന് നമ്മൾ പേരിട്ടിരിക്കുന്നത് മൊവാബ് സമതലത്തിലേക്കെന്നാണ്. സംഖ്യയുടെ പുസ്തകം 20ഉം 21 അധ്യായങ്ങൾ, പ്രത്യേകിച്ച് 20ാമത്തെ അധ്യായമാണ് നമ്മളിന്ന് കൈകാര്യം ചെയ്യുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രയെപ്പറ്റി ചിന്തിക്കുമ്പോൾ 3 യാത്രകൾ അത് വ്യത്യസ്ത സ്വഭാവങ്ങളോടുകൂടി അവർ നടത്തിയിരിക്കുന്നതായിട്ട് കാണാം. അങ്ങനെ 3ാമത്തെ യാത്രയാണ്. ആ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോവുക. അപ്പോൾ ഏതൊക്കെയായിരുന്നു അവരുടെ ആ യാത്ര എന്ന് നോക്കാം. പുറപ്പാട് സംഭവത്തിൽ 3 യാത്രകളുണ്ട്. ഈ യാത്രകളൊക്കെ വെറും താത്വികമായിട്ടുള്ള ഒരു വിശകലനമല്ല നമ്മൾ നടത്തുന്നത്. ഇസ്രായേലിൻ്റെ യാത്ര എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും ജീവിതയാത്രയുടെ പ്രതീകമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 യാത്രകൾ നോക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 13 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേലിൻ്റെ ആദ്യത്തെ യാത്രയാണ്. അത് ഈജിപ്ത് മുതൽ സീനായ് വരെ അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്നും അവർ സ്വതന്ത്രരായി തീരുന്ന ആ നിമിഷം വരെയുള്ള യാത്ര. അതാണ് 1ാമത്തെ യാത്ര. 2ാമത്തെ യാത്ര സംഖ്യയുടെ പുസ്തകം 11 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ. അതാണ് സീനായ് മുതൽ കാദേശ് വരെയുള്ള യാത്ര. ഈ ഓരോ യാത്രയുടെയും പ്രത്യേകതകൾ അടുത്ത പോയിന്റായിട്ട് നമ്മൾ കാണും. 3ാമത്തെ യാത്രയാണ്. അതാണ് സംഖ്യയുടെ പുസ്തകം 20ഉം 21 അധ്യായങ്ങളിൽ. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നതാണ് കാദേശ് മുതൽ മൊവാബ് താഴ്വര വരെയുള്ള അവരുടെ യാത്രയെപ്പറ്റിയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഈ 3 യാത്രയുടെയും നമ്മൾ നേരത്തെ ചില ഭാഗങ്ങൾ കണ്ടതാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ചില പോയിന്റുകൾ നോക്കാം. ആദ്യത്തെ യാത്ര, അതായത് അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്നും വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആദ്യ ഗഡു അവർ സീനായ് മലയുടെ താഴ്വരയിൽ എത്തിയവരുള്ള ആ യാത്ര. കാരണം സീനായിൽ എത്തിയപ്പോഴാണല്ലോ ദൈവം അവരുമായിട്ട് ഉടമ്പടി സ്ഥാപിച്ച് അവർ സ്വന്തം ജനവുമായിട്ട് തീർത്തത്. ഈ യാത്രയുടെ കാര്യം എങ്ങനെയാണ്? അത് ഈജിപ്തിന് മേലുള്ള വിജയമായിരുന്നു. അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്നും അവർ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു. കടൽ കടന്ന് സ്തോത്രം ആലപിച്ച് സന്തോഷപൂർവ്വമാണ് അവർ ആ യാത്ര കൊണ്ടിരുന്നത്. 3ാമത്തെ ഒരു പ്രത്യേകത, മരുഭൂമിയിലെത്തിയപ്പോൾ പിറുപിറുപ്പ് തുടങ്ങി. അപ്പോൾ സ്വാതന്ത്ര്യത്തിലേക്ക് അവർ കടന്നു. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് യാത്ര തുടർന്നു. എന്നാൽ മനുഷ്യ സ്വഭാവത്തിൻ്റെ വേറൊരു പ്രത്യേകത ഇതാണ്, പിറുപിറുപ്പ് തുടങ്ങി. കാരണം മരുഭൂമിയിലെ വാസം അവർ കണക്കൂട്ടിയതിലെല്ലാം അപ്പുറമായി. അതുവരെയുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളും പരിപാലനയുടെ അടയാളങ്ങളെല്ലാം മറന്ന് ദൈവത്തിനും മോശയ്ക്കുമെതിരായിട്ടുള്ള പിറുപിറുപ്പ്. ഇതാണ് ആദ്യത്തെ യാത്രയുടെ പ്രത്യേകത. 2ാമത്തെ യാത്രയിൽ സീനായിൽ നിന്നും കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുകയാണ്. സംഖ്യയുടെ പുസ്തകത്തിൽ വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ കർത്താവ് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. കർത്താവ് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പകൽ മേഘമായും രാത്രി അഗ്നിസ്തംഭമായും അവൻ അവരുടെ മുമ്പേ അവർക്ക് താവളമടിക്കാനുള്ള ഒരു സ്ഥലം അന്വേഷിച്ച് നടന്നിരുന്നതാണ്. അപ്പോൾ 2ാമത്തെ യാത്രയെപ്പറ്റി പറയുന്നത് ദൈവം അവരുടെ ഒപ്പം നടന്നിരുന്നു. ദൈവത്തിൻ്റെ അവരുടെ കൂടുതൽ സാന്നിധ്യത്തെപ്പറ്റി പറയുന്നത് അവർക്ക് താവളമടിക്കാനുള്ള സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവൻ മുമ്പേ പോയിരുന്നാണ്. അപ്പോൾ തൻ്റെ ജനത്തെ സുരക്ഷിതമായി നയിക്കാനുള്ള ഒരു സ്ഥലം അന്വേഷിച്ച് അവരുടെ കൂട്ടത്തിൽ നടക്കുന്ന ദൈവം. എന്നാൽ ദൈവം അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇത്ര ശക്തമായിട്ട് അവർക്ക് അനുഭവപ്പെട്ടിരുന്നെങ്കിലും അവരുടെ ജീവിതത്തിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ്, കർത്താവിനും നേതാക്കന്മാർക്കും എതിരെ പരാതിയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് പരാജയവും നിരാശയും. ഇത് തന്നെയാണ് മനുഷ്യജീവിതത്തിൻ്റെ പ്രത്യേകതയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും അത്ഭുതകരമായ അവിടുത്തെ വഴി നടത്തലുമെല്ലാം ഒരു വശത്തോടെ ജീവിതത്തിൽ അനുഭവപ്പെടുമ്പോഴും മറുവശത്ത് ദൈവത്തെ മറന്നുകൊണ്ട് അവിടത്തേക്കെതിരായിട്ട് പിറുപിറുക്കുകയും അതിൻ്റെ ഫലമായി നിരാശയും പരാജയവും അനുഭവവേദ്യമാകുന്ന യാഥാർത്ഥ്യം. ഇതാണ് 2ാമത്തെ യാത്രയുടെ പ്രത്യേകത. 3ാമത്തെ യാത്രയിലാണ്, അത് നമ്മൾ കാണാൻ പോകുന്നതാണ്, ശോകമൂകമായ ആരംഭമാണ്. കാരണം ഇവിടെ 2 മരണമുണ്ട്. മിറിയാമിൻ്റെയും അഹ്റോൻ്റെയും മരണം. അതോടൊപ്പം ഒരുപക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം 20ാമത്തെ അധ്യായത്തിൽ നടക്കുകയാണ്. അതാണ് മോശയുടെയും
അഹറോൻ്റെയും ഭാഗത്തു നിന്നുള്ള വലിയ ഒരു തെറ്റ്. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും, ദൈവവുമായിട്ട് ഇത്രമാത്രം അടുപ്പത്തിൽ നിന്ന മോശയ്ക്ക് എന്തു പറ്റി? പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം മുതൽ ദൈവം മോശയെ വിളിക്കുന്ന ആ സംഭവം മുതൽ സംഖ്യയുടെ പുസ്തകം ഈ 20-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ എത്ര കഷ്ടപ്പെട്ടാണ് ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് തന്നെ മോശ ദൈവജനത്തെ നയിച്ചിരുന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഒരു ദുർബല നിമിഷത്തിൽ മോശയും വീണു പോവുകയാണ്. ഇതെന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? അപ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ വേറൊരു വശമാണ് ദൈവം പ്രധാന പുരോഹിതനായി തിരഞ്ഞെടുത്ത അഹറോൻ്റെയും തൻ്റെ പ്രവാചകനും തൻ്റെ ജനത്തിൻ്റെ നേതാവുമെടുത്ത തിരഞ്ഞെടുത്ത മോശയുടെയും ഭാഗത്ത് വന്ന പരാജയം. ഇതെല്ലാം ഇന്നും ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ സംഭവങ്ങൾക്കെല്ലാം. എങ്കിലും അവർ യാത്ര തുടരുന്നു. ആ യാത്രയിലും അവർക്ക് വിജയങ്ങളുണ്ട്. അപ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇസ്രായേൽ ജനം നടത്തുന്ന യാത്രയെന്ന് പറയുന്നത് ദൈവജനത്തിൻ്റെ യാത്ര തന്നെയാണ്. ഒരു സമൂഹം എന്ന നിലയിലും വ്യക്തികളെന്ന രീതിയിലും മനുഷ്യൻ നടത്തുന്ന യാത്ര അവൻ്റെ ജീവിതയാത്ര പ്രതീകങ്ങളാണ്. ഒരു വശത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം, അത്ഭുതകരമായ വഴി നടത്തൽ, മറുവശത്ത് അതെല്ലാം മറന്നുകൊണ്ടുള്ള മനുഷ്യൻ്റെ പ്രവർത്തനം. നമ്മൾ മുഖ്യമായും സംഖ്യയുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ ഇടയ്ക്കാണ്. ഇത് 4ആയിട്ട് തിരിക്കാം, ആശയത്തിൻ്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് വളരെ ചുരുങ്ങിയ വാക്കിൽ മിറിയാമിൻ്റെ മരണത്തെപ്പറ്റിയുള്ള പ്രതിപാദ്യമാണ്. കാരണം മോശയുടെ സഹോദരിയായ മിറിയാം പുറപ്പാട് സംഭവത്തിലും ജനത്തെ നയിക്കുന്നതിലെല്ലാം വളരെ പ്രത്യേകമായ സ്വാധീനം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. മിറിയാമിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് പ്രവാചക എന്നാണ്. മീഖാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ മോശയെയും അഹ്റോനെയും മിറിയാമിനെയും ഒരുമിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. അത്രമാത്രം ജനത്തിനിടയിൽ സ്വാധീനവും അവരെ നയിക്കുന്നതിൽ പങ്കാളിത്തവും ഉണ്ടായിരുന്ന മിറിയാമിൻ്റെ മരണമാണ് ആദ്യത്തെ ഭാഗം. ഇനിയാണ് 20-ാം അധ്യായം 2 മുതൽ 13 വരെയുള്ളത്, മോശയുടെയും അഹ്റോൻ്റെയും പാപം. ആ ടെക്സ്റ്റ് നമ്മളോട് വായിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ ഒരു ആശയമാണ് 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഏദോം മാർഗതടസ്സം സൃഷ്ടിക്കുന്നു. ഏദോം എന്ന് പറയുന്നത് ഇസ്രായേൽക്കാരുടെ സഹോദരങ്ങളാണെന്ന് ഓർക്കണം. ഏസാവിൻ്റെ മക്കളും അവിടെ സന്തതി പരമ്പരകളാണ് ഏദോംകാർ. യാക്കോവിൻ്റെ മക്കളാണ് ഇസ്രായേൽക്കാർ. ജ്യേഷ്ഠാനിമാരുടെ മക്കളാണ് ഇവർ. എന്നാലും തക്ക സമയത്ത് ഏദോംകാർ ഇവരെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, ഇവർക്ക് തടസ്സമായിട്ട് നിൽക്കുകയാണ്. ഏറ്റവും അവസാനം 20-ാമത്തെ അധ്യായം 4-ാമത്തെ ഭാഗത്ത് അഹ്റോൻ്റെ മരണം. അതുകൊണ്ട് 2 മരണം, മിറിയാമിൻ്റെ മരണവും അഹ്റോൻ്റെ മരണവും. അതിനിടയിലായിട്ട് മോശയുടെയും അഹ്റോൻ്റെയും പാപവും ഏദോംകാരുടെ പാപവും. ഇങ്ങനെ 4 കഷ്ണങ്ങളായിട്ടൂടെ വെച്ചിരിക്കുകയാണ്. മിറിയാമിൻ്റെ മരണത്തെപ്പറ്റി ഒരൊറ്റ വാക്കേ കൊടുത്തിട്ടുള്ളൂ. അത് വിശുദ്ധ ഗ്രന്ഥം എത്ര സൂക്ഷ്മമായിട്ടാണ് അത് വിശദീകരിച്ചിരിക്കുന്നു നോക്കാം. ഒരു വാചകം കൊണ്ട് നിർത്തുകയാണ്. ഇസ്രായേൽ ജനം 1-ാം മാസത്തിൽ സീൻ മരുഭൂമിയിലെത്തി. അവർ കാദേശിൽ താമസിച്ചു. അവിടെ വെച്ച് മിറിയാം മരിച്ചു. അവളെ അവിടെ സംസ്കരിച്ചു. ഒറ്റ വാക്കുകൊണ്ട് മിറിയാമിൻ്റെ മരണത്തെപ്പറ്റി പറഞ്ഞിരിക്കുക. കാര്യമാത്ര പ്രസക്തമായൊരു വിവരണം. മിറിയാമിൻ്റെ പങ്ക് എന്ന് പറയുന്നത്, ഈ മിറിയാമാണ് പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ ദൈവജനം ചെങ്കടൽ കടന്നപ്പോൾ മിറിയാം തപ്പുകൾ കയ്യിലെടുത്ത് പാട്ടുകൾ പാടിക്കൊടുത്ത് ദൈവജനത്തെ നയിച്ചു എന്നാണ് പറയുന്നത്. അതേസമയം അഹ്റോനോടും ചേർന്നുകൊണ്ട് മോശയ്ക്കെതിരായിട്ട് മിറിയാം പിറുപിറുക്കുന്നുണ്ട്. പറഞ്ഞിരിക്കുന്നതാണ്, ഒരു കുഷ്യ സ്ത്രീയെ പറ്റിയുള്ള എന്തോ കാര്യം വിശദീകരിച്ചിട്ടില്ല. ഒരു കുഷ്യ സ്ത്രീയുടെ പേരിൽ മിറിയാം മോശയ്ക്കെതിരായിട്ട് പിറുപിറുത്തു. അപ്പോൾ മിറിയാം എന്ന വ്യക്തിയാണെങ്കിലും ഒരു വശത്തോടെ ഇസ്രായേൽ ജനത്തിന് നേതൃത്വം കൊടുക്കുന്ന സമർത്ഥയായ ഒരു നായിക എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതേസമയം അവൾക്ക് അവളുടേതായ പോരായ്മകളുണ്ടായിരുന്നു. അവളുടെ മരണത്തെപ്പറ്റിയാണ്. ഇനിയാണ് ഒരുപക്ഷെ പഴയ നിയമത്തിലെ അനേക സംഭവങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മോശയ്ക്ക് ഇതുപോലെ ഒരു കൈപ്പശക്, ഒരു പാപം, ആ പാപത്തിൽ വീഴാനിടയായി? ദൈവം ഇത്രമാത്രം മോശയെ ശിക്ഷിക്കണമായിരുന്നു? ഇവ കാര്യങ്ങൾ അതാണ് 20-ാമത്തെ അധ്യായത്തിൽ 2 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ മോശയുടെയും അഹ്റോൻ്റെയും പാപമായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും അതാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ആ ടെക്സ്റ്റ് അല്പം വിശദമായിട്ട് നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. സംഖ്യയുടെ പുസ്തകം 20-ാമത്തെ അധ്യായം 2 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് മോശയുടെയും അഹ്റോൻ്റെയും പാപത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്.
ബൈബിൾ കൈവശമുള്ളവർ ആ ടെക്സ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. ഞാൻ വായിച്ചു പോകുമ്പോൾ നിങ്ങളും കൂടെ വായിക്കാൻ നോക്കുക. സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായം. ജനം കാദേശിൽ താമസിക്കുകയാണ്. അവിടെ ജനത്തിന് വെള്ളം ലഭിച്ചില്ല. അവർ മോശയ്ക്കും അഹ്റോനുമെതിരെ ഒരുമിച്ച് കൂടി. ജനം മോശയോട് എതിർത്ത് പറഞ്ഞു, ഞങ്ങളുടെ സഹോദരങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ മരിച്ചു വീണപ്പോൾ ഞങ്ങളും മരിച്ചിരുന്നെങ്കിൽ, ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും ഇവിടെ കിടന്ന് ചാകാൻ വേണ്ടി നിങ്ങൾ കർത്താവിൻ്റെ സമൂഹത്തെ ഈ മരുഭൂമിയിലേക്ക് എന്തിനു കൊണ്ടുവന്നു? ഈ ദുഷിച്ച സ്ഥലത്തേക്ക് നയിക്കാൻ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നത് എന്തിന്? ഇത് ധാന്യമോ അത്തിപ്പഴമോ മുന്തിരിയോ മാതളപ്പഴമോ കിട്ടുന്ന സ്ഥലമല്ല, കുടിക്കാൻ വെള്ളം പോലുമില്ല. അപ്പോൾ മോശയും അഹ്റോനും സമൂഹത്തിൽ നിന്ന് സമാഗമ കൂടാരത്തിൽ ചെന്ന് സാഷ്ടാംഗം വീണു. കർത്താവിൻ്റെ മഹത്വം അവർക്ക് വെളിപ്പെട്ടു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നിന്റെ വടി കയ്യിലെടുക്കുക. നീയും നിന്റെ സഹോദരൻ അഹ്റോനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കുവാൻ അവരുടെ മുമ്പിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കുക. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക. കൽപ്പനയനുസരിച്ച് മോശ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് വടിയെടുത്തു. മോശയും അഹ്റോനും കൂടി പാറയ്ക്ക് മുമ്പിൽ ജനങ്ങളെ ഒന്നിച്ചുകൂട്ടി മോശ പറഞ്ഞു, ധിക്കാരികളെ കേൾക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? മോശ കൈ ഉയർത്തി പാറയിൽ 2 പ്രാവശ്യം വടികൊണ്ടടിച്ചു. ധാരാളം ജലം പ്രവഹിച്ചു. മനുഷ്യരും മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. ഇതാണ് മെരീബായിലെ ജലം. ഇവിടെ വെച്ചാണ് ഇസ്രായേൽക്കാർ കർത്താവിനോട് മത്സരിക്കുകയും അവിടുന്ന് തൻ്റെ പരിശുദ്ധിയെ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തത്. സംഗതി ഇതാണ്. കാദേശ് മരുഭൂമിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ജലമില്ലാതിരുന്നുകൊണ്ട് മോശയ്ക്കെതിരായിട്ട് ദൈവത്തിനെതിരായിട്ട് പിറുപിറുക്കുന്ന ജനം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പതിവുള്ളതുപോലെ മോശയും അഹ്റോനും ദൈവത്തിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് എന്താ ചെയ്യേണ്ടത് ചോദിക്കുകയാണ്. എന്തായിരുന്നു മോശയുടെ പാപം? ജനത്തിൻ്റെ മുമ്പാകെ നീ എന്നെ മഹത്വപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ദൈവം പറയാൻ കാരണം എന്താണ്? നമുക്ക് സൂക്ഷ്മമായിട്ട് പരിശോധിക്കാം. വിശദാംശങ്ങൾ. ജനത്തിൻ്റെ പരാതി കണ്ടു. ഈ പരാതിയുടെ കാതലെന്താണ്? എന്തിന് ഈ ദുഷിച്ച സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു? തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം അത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഏതാണ്ട് കഴിഞ്ഞ 38-39 കൊല്ലങ്ങളായിട്ട് മന്നായും കാടൽപ്പക്ഷിയും കൊടുത്ത് അവരെ സമൃദ്ധമായിട്ട് തീറ്റിപ്പോറ്റി കൊണ്ടുപോകുന്ന ദൈവമാണ്. അതെല്ലാം മറന്ന് ദൈവത്തിൻ്റെ ആ വാഗ്ദാനങ്ങളിൽ ആശ്രയം വയ്ക്കുന്നതിനും ശരണം വയ്ക്കുന്നതിനും പകരം തൽക്കാലത്തെ അവസ്ഥ മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ വളരെ ഹ്രസ്വമായ കാഴ്ചപ്പാടാണ്. ഇതിനു മുമ്പ് എന്തുണ്ടായിരുന്നുവെന്നോ ഇനി എന്താണ് വരാൻ പോകുന്നതെന്നുള്ള വാഗ്ദാനം എന്താണെന്ന് ചിന്തിക്കാതെ ഇപ്പോഴുള്ള ഈ ദുഃഖത്തിൽ മനസ്സ് മടങ്ങി മനസ്സ് കലങ്ങി നിരാശപ്പെടുന്നൊരു സാഹചര്യം. അതുകൊണ്ടാണ് ഈ ദുഷിച്ച സ്ഥലത്തേക്ക് എന്തിനു കൊണ്ടുവന്നു? അവർ പറയുകയാണ്, ഞങ്ങളുടെ സഹോദരങ്ങൾ മരിച്ചിരുന്നപ്പോൾ ഞങ്ങളും മരിച്ചിരുന്നെങ്കിൽ. അവർക്ക് ജീവിച്ചിരിക്കാൻ താല്പര്യമില്ല. ഇതാ ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും വെള്ളം കിട്ടാതെ മരിക്കുകയാണ്. വീണ്ടും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് മോശയും അഹ്റോനും ദൈവത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക. എന്താ ചെയ്യേണ്ടത് ചോദിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന ഇതാണ്, നീ വടിയെടുത്ത് ജനത്തിൻ്റെ മുമ്പാകെ നോക്കുക, എന്നിട്ട് ജലം പുറപ്പെടുവിക്കണം. മോശ ജനത്തെ കൂട്ടിക്കൊണ്ടുവന്നു. ഇവിടമാണ് ഇനി മോശയുടെ പരാജയം തുടങ്ങുന്നത്. മോശ ജനത്തെ അഭിസംബോധന ചെയ്യുന്നത് ധിക്കാരികളെ എന്നാണ്. മലയാളത്തിൽ ധിക്കാരികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുഴുവൻ ശക്തി കിട്ടുന്നില്ല. ധിക്കാരികളെ എന്ന് പറഞ്ഞാൽ ശൂന്യരായ മനുഷ്യരെ. മലയാളത്തിൽ പറയാറുണ്ട് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളുകയില്ലാത്ത പറയാറുണ്ട്. യൂസ്ലെസ് പീപ്പിൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ്. അപ്പോൾ ജനത്തെ ഒന്നിനും കൊള്ളുകയില്ലാത്തവരായിട്ട് ചിത്രീകരിക്കുകയാണ്. ജനത്തിന് വെള്ളം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ജനത്തെ നയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം മോശയോട് പറഞ്ഞത്, അമ്മ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന പോലെ നീ ജനത്തെ കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെയുള്ള ഉത്തരവാദിത്തമാണ് മോശ ഏൽപ്പിച്ചിരിക്കുന്നത്. മോശ ഇവരെ അഭിസംബോധന ചെയ്യുന്നത് ധിക്കാരികളെ, ഒന്നിനും കൊള്ളുകയില്ലാത്തവരെ, യൂസ്ലെസ് പീപ്പിൾ.
എന്നിട്ട് പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? മോശ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് പാറയോട് കൽപ്പിക്കാനാണ് പറഞ്ഞത്. മോശ വെറും ഒരു ഉപകരണം മാത്രമാണ്. ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് പാറയോട് വെള്ളം തരാൻ ആവശ്യപ്പെടുക. അപ്പോൾ മോശയും അഹ്റോനും അവർ ചിന്തിക്കുന്നത് തങ്ങളാണ് വെള്ളം പുറപ്പെടുവിക്കുന്നത്. നേരെ മറിച്ച് മോശയോ അഹ്റോനോ അല്ല വെള്ളം പുറപ്പെടുവിക്കുന്നത്, ദൈവത്തിൻ്റെ വചനമാണ് വെള്ളം പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ട് 2 പ്രാവശ്യം പാറമേൽ ആഞ്ഞടിക്കുകയാണ്. ദൈവം അടിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. നീ വടി കയ്യിലെടുത്ത്, അധികാരത്തിന് അടയാളമാണ് വടി, പാറയോട് ആജ്ഞാപിക്കുക. ദൈവം പറഞ്ഞതുകൊണ്ടാണ്, അടിക്കാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. 2 പ്രാവശ്യം അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശക്തി കൊണ്ട് അടിച്ചതാ വെള്ളം തരുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ല ചെയ്തിരിക്കുന്നത്. ദൈവം മോശയെ പറഞ്ഞു വിട്ടിരിക്കുന്നത് പാറയോട് ആജ്ഞാപിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അടിക്കാൻ പറഞ്ഞിട്ടില്ല. തന്നെയുമല്ല, തൻ്റെ ജനത്തെ ഒന്നിനും കൊള്ളുകരാത്തവരെ ധിക്കാരികളെന്ന് വിശേഷിപ്പിക്കാൻ അവകാശമില്ല. മൊറോൺ എന്നുള്ള ഗ്രീക്ക് പദമാണ് അതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹീബ്രുവിലാണെങ്കിൽ അതിനേക്കാളും മോശമായിട്ടുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുക, ജനത്തെ അഭിസംബോധന ചെയ്യാൻ. അപ്പോൾ ഒരു നേതാവ് തൻ്റെ ജനത്തെ, തൻ്റെ അനുയായികളെ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ള കാര്യം പോലും ദൈവം ഗൗരവമായിട്ട് എടുക്കുകയാണ്. ദൈവം പറഞ്ഞിട്ടുണ്ട് എങ്ങനെ അവിടെ കൊണ്ടു നടക്കണ്ടേ എന്നുള്ള കാര്യങ്ങൾ. ഇനി ദൈവത്തിൻ്റെ വിശുദ്ധി വെളിപ്പെടുത്താൻ അവർ പരിശ്രമിച്ചില്ല. പാറയിൽ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അടിക്കേണ്ട കാര്യമില്ല, വടിയെടുക്കുക. കാരണം ദൈവം കൊടുത്ത വടിയാണിത്. അപ്പോൾ ഈ വടി കൊണ്ട് പാറയോട് വെള്ളം തരാൻ പറയണം. കാരണം ദൈവമാണ് അവർ എടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ വാക്കുകളിൽ പൂർണ്ണമായിട്ടും വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ പാറയെ അടിക്കാതെ തന്നെ വെള്ളം തരണമെന്ന് പറഞ്ഞാൽ തരും. കാരണം മോശയല്ല യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് അവർ സാക്ഷ്യം കൊടുത്തില്ല. അതുകൊണ്ടാണ് അവർക്കുള്ള ശിക്ഷയും. ജനത്തിൻ്റെ മുമ്പിൽ എൻ്റെ വിശുദ്ധിക്ക് നിങ്ങൾ സാക്ഷ്യം വഹിക്കാതിരുന്നതുകൊണ്ട് നിങ്ങൾ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ആ പ്രദേശത്തെ മെരീബ ജലാശയം, മെരീബ എന്നുള്ള ഹീബ്രു പദത്തിന് കലഹിക്കണമെന്നാണ് അർത്ഥം. പിന്നീട് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മാസായിലും ഇതുപോലെ ദൈവത്തിൻ്റെ ജനം അവിടത്തേക്ക് എതിരായിട്ട് പിറുപിറുക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ ദൈവം കുറെ കൂടെ കരുണ കാണിച്ചു. അതുകൊണ്ട് പിന്നീട് സങ്കീർത്തനത്തിൽ മാസായാലും മെരീബായാലും നിങ്ങൾ ദൈവത്തെ പരീക്ഷിച്ചതുപോലെ നിങ്ങൾ പരീക്ഷിക്കരുതെന്ന് സങ്കീർത്തനം ജനത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. അതാണ് 106-ാമത്തെ സങ്കീർത്തനത്തിൽ. നമ്മൾ ഈ സംഭവം വിശദീകരിക്കുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം ഇതാണ്: എത്ര വലിയ വിശുദ്ധർക്കും വീഴ്ചകൾ സംഭവിക്കാം. പ്രത്യേക ഉത്തരവാദിത്തത്തിൽ വെച്ചിട്ടുള്ളവർ കൂടുതൽ എളിമയോടുകൂടി പ്രവർത്തിക്കണം. മോശ എന്ന വലിയ മനുഷ്യൻ, എളിമയുടെ കുറവുണ്ട് അവിടെ. അതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിലും ദൈവത്തോടൊപ്പം നടക്കുന്നവരാണെങ്കിലും പൗലോസിൻ്റെ വാക്കുകൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ നിക്ഷേപം മൺപാത്രങ്ങളിലാണ് വഹിക്കുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാകണം. അത് മോശയെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ മോശ പരാജയപ്പെട്ടു. അഹ്റോനും ആ കൂട്ടത്തിൽ തുല്യ ഉത്തരവാദിത്വമുള്ള, ദൈവത്തിൻ്റെ മഹത്വത്തിനും വിശുദ്ധിക്കും അവർ സാക്ഷ്യം വഹിക്കാത്ത ഒരു സാഹചര്യം. അതുകൊണ്ടാണ് എളിമയോട് പ്രവർത്തിക്കുക. ദൈവം കൂടുതൽ ആനുകൂല്യങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൈവജനത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്, അവിടെ മേലെ കുതിര കയറാൻ വേണ്ടിയിട്ടല്ല. അവരെ ചെറുതായിട്ട് കാണുകയും ചെയ്യാൻ പാടില്ല. കാരണം ദൈവം, പ്രത്യേകിച്ച് നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിലും സംഖ്യയുടെ പുസ്തകത്തിലൊക്കെ കാണുന്ന കാര്യം ഇതാണ്: ദൈവം അവരെയൊക്കെ ചിലപ്പോൾ ഡിസിപ്ലിൻ്റെ കൊണ്ടുവരുന്നു, അവരെ പരീക്ഷിച്ച് അവരെ ശിക്ഷണത്തിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. എങ്കിലും ദൈവം ഒരിക്കലും അവരെ തള്ളിക്കളയുന്നില്ല. അതേ ഉത്തരവാദിത്വം ദൈവം നേതാക്കന്മാരെ കൊടുക്കുമ്പോൾ, അത് മോശയാണെങ്കിലും പിന്നീട് ന്യായാധിപന്മാരാണെങ്കിലും രാജാക്കന്മാരാണെങ്കിലും ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ജനത്തെ കൈകാര്യം ചെയ്യേണ്ടവരാണ്. അതാണ് മോശയുടെ ഭാഗത്ത് വരുന്ന തെറ്റ്. കൂടുതൽ നൽകപ്പെട്ടവരിൽ നിന്നും ദൈവം കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ഇനി സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായം 14 മുതൽ 24 വാക്യങ്ങളിലാണ് ഏദോംകാർ മാർഗതടസ്സം സൃഷ്ടിക്കുന്നതാണ്. അവർ മുമ്പോട്ട് പോവുകയാണ്. അവർ കാദേശിൽ നിന്നും മൊബാബ് കഴിഞ്ഞ് പോകുന്ന അവസരത്തിലേക്ക് അവർക്കുള്ള പ്രശ്നം ഇതാണ്: ഏദോംകാരുടെ സ്ഥലത്തൂടെ കടന്നു പോകാനായിട്ട്. ഏദോം നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേൽക്കാരുടെ സഹോദരനാണ്, ഏസാവിൻ്റെ സന്തതി പരമ്പരകളാണ്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്, യാക്കോബ് ഏസാവിനെ തൻ്റെ സഹോദരനാണ്, ആദ്യജാതനാണ്, പലതരത്തിലും വഞ്ചിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഏദോംകാർ ഇസ്രായേൽക്കാരെ ശത്രുക്കളായിട്ട് കണക്കാക്കാൻ കാരണം തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ കാലം മുതലുള്ള പകയാണ്. അവിടെ തങ്ങളുടെ കുടുംബത്തിൽ, തങ്ങളുടെ വലിയ കാരണം വരെ അത് ചതിച്ച ആ വേറെ ഒരു തലമുറയാണിത്. അതായിരിക്കാം ഇതിൻ്റെ കാരണം. നമ്മൾ
14 മുതൽ 20 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ മോശ പറയുന്നുണ്ട്, ഞങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ട് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞങ്ങളൊന്ന് കടന്നു പോകുന്നേ ഉള്ളൂ. ഇടം വലം തിരിഞ്ഞു നോക്കിയില്ല. നിങ്ങളുടെ തോട്ടങ്ങൾക്കോ വയലുകൾക്കോ യാതൊരു നാശവും വരുത്തിയില്ല. ഞങ്ങൾ ചിലപ്പം വെള്ളം കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ പോലും പണം തരാൻ തയ്യാറാണ്. ഒന്ന് കടന്നു പോകാൻ അനുവദിച്ചാൽ മതി. ജ്യേഷ്ഠാനുജന്മാരും മക്കളായി പറയുന്ന ഓർമ്മിക്കണം. എന്നാൽ ഏതോം രാജാവ് അതുപോലും സന്നദ്ധമായിട്ടില്ല എന്ന് മാത്രമല്ല, രാജാവിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? രാജാവ് സൈന്യത്തോടു കൂടി വന്ന് ഇസ്രായേൽക്കാരെ അനുധാവനം ചെയ്ത് തോൽപ്പിക്കാൻ പോവുകയാണ്. ഏതോംകാർ തടസ്സം നിന്നതുകൊണ്ട് ഇസ്രായേൽക്കാർക്ക് മൊബാവ് താഴ്വരയിൽ നിന്നും ജോർദാനിലേക്ക് പക്കലേക്ക് നേരിട്ട് കടന്നു പോകുന്നതിന് പകരം അവർ വീണ്ടും മരുഭൂമിയിലേക്ക് തിരിഞ്ഞ് വളരെ വളഞ്ഞ ഒരു വഴിയെടുക്കേണ്ടി വന്നു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ കരുണയില്ലാത്ത പെരുമാറ്റമാണ്. അപ്പോൾ ഏതോംകാർ ചെയ്തതാണ്. ഒരുപക്ഷെ ഇതിൻ്റെ കാര്യം ഇതായിരിക്കും: കരിയാത്ത മുറിവുകൾ, പൊറുക്കാൻ പറ്റാത്ത സംഭവങ്ങൾ, കാരണവന്മാർ വഴിയായിട്ട് ചെയ്ത കാര്യങ്ങളായിരിക്കണം. ഇതെല്ലാം കരിയാത്ത മുറിവുകളും ഓർമ്മകളുമായി മക്കളും അവരുടെ മക്കളും കാത്തു സൂക്ഷിച്ച് ആ രീതിയിൽ പ്രതികരിക്കുമ്പോൾ ദൈവത്തിന് അത് ഇഷ്ടമല്ല എന്നുള്ള സത്യമാണ്. അപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു 20-ാമത്തെ അധ്യായത്തിൽ. മിറിയാമിൻ്റെ മരണം, രണ്ടാമത്തതാണ് മോശയുടെയും അഹ്റോൻ്റെയും ആ പാപം. അപ്പോൾ ഈ മിറിയാം മരിച്ചതിൻ്റെ ആ വിവരണം ഉള്ളതുപോലെ തന്നെയാണ് അഹ്റോൻ്റെ മരണത്തെ പറ്റിയുള്ള വിവരണം. അതാണ് സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായം 22 മുതൽ 29 ഭാഗത്താണ് അഹ്റോൻ്റെ മരണത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. പ്രധാന പുരോഹിതനായ അഹ്റോൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ദൈവവുമായിട്ട് ബന്ധത്തിലിരുന്ന അഹ്റോൻ, അദ്ദേഹത്തിൻ്റെ മരണത്തെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അവിടുത്തെ വിശദീകരണം അതുവഴിയായിട്ട് എളുപ്പമായി തീരുകയാണ്. 20-ാമത്തെ അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിലാണ് അഹ്റോൻ്റെ മരണത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽക്കാർ കാദേശിൽ നിന്ന് പുറപ്പെട്ട് ഹോർ മലയിലെത്തി. ഏതോം രാജാതിർത്തിയിലുള്ള ഹോർ മലയിൽ വെച്ച് കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, അഹ്റോൻ തൻ്റെ പിതാക്കന്മാരോട് ചേരും. മെരീബ ജലാശയത്തിൽ വെച്ച് നിങ്ങൾ എൻ്റെ കൽപ്പനയെ ധിക്കരിച്ചതുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ദേശത്ത് അവൻ പ്രവേശിക്കുകയില്ല. അഹ്റോനെയും പുത്രൻ ഏലിയാസറിനെയും ഹോർമലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോരുക. അഹ്റോൻ്റെ വസ്ത്രം ഊരി മകനായ ഏലിയാസറിനെ ധരിപ്പിക്കുക. അഹ്റോൻ അവിടെ വെച്ച് തൻ്റെ പിതാക്കന്മാരോട് ചേരും. കർത്താവ് കൽപ്പിച്ചതനുപോലെ മോശ ചെയ്തു. സമൂഹം മുഴുവൻ നോക്കി നിൽക്കെ അവർ ഹോർമലയിലേക്ക് കയറിപ്പോയി. മോശ അഹ്റോൻ്റെ വസ്ത്രം ഊരി അവൻ്റെ മകനായ ഏലിയാസറിനെ ധരിപ്പിച്ചു. മലമുകളിൽ വെച്ച് അഹ്റോൻ മരിച്ചു. മോശയും ഏലിയാസറും മലയിൽ നിന്നും ഇറങ്ങിപ്പോന്നു. അഹ്റോൻ മരിച്ചുപോയി എന്നറിഞ്ഞ് ഇസ്രായേൽ സമൂഹം മുഴുവൻ അവനെ ഓർത്ത് 30 ദിവസം ദുഃഖമാചരിച്ചു. 20-ാമത്തെ അധ്യായത്തിൽ 2 മരണ റിപ്പോർട്ടാണ്. മിറിയാമിനെ പറ്റി ഒരു വാചകത്തിൽ ആ റിപ്പോർട്ട് ഒതുക്കിയെങ്കിൽ അഹ്റോൻ്റെ മരണത്തെപ്പറ്റി അല്പം കൂടി വിശദമായിട്ട് കൊടുക്കുന്നുണ്ട്. അഹ്റോന് വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കാൻ പറ്റാതെ പോയതിൻ്റെ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് മെരീബയിലെ അവിശ്വസ്തതയ്ക്കുള്ള ശിക്ഷയായിട്ടാണ്. എന്നാൽ ഈ അഹ്റോനും, ദൈവം പ്രധാന പുരോഹിതനായിട്ട് തിരഞ്ഞെടുത്ത ഈ അഹ്റോനും പുറപ്പാട് പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തതാണ്. മോശ മലയിലേക്ക് കയറിപ്പോയി. തിരിച്ചു വരാതിരുന്നപ്പോൾ ജനം വിചാരിച്ചു മോശ മരിച്ചുപോയി കാണും. അവർ അഹ്റോനോട് പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ ദേവന്മാരെ വേണം, ഞങ്ങളെ നയിക്കാൻ ദേവന്മാർ. അപ്പോൾ യഹോവയെ തള്ളിക്കളയുകയാണ്. തൊട്ട് മുമ്പ് നീ മാത്രമാണ് ഞങ്ങളുടെ ദൈവം, നീ പറയുന്നതെല്ലാം കേട്ടുകൊള്ളാം എന്ന് പറഞ്ഞ ജനം മോശ മരിച്ചു എന്നുള്ള സങ്കല്പത്തിൽ ദേവന്മാരെ ഉണ്ടാക്കി യാത്ര പുറപ്പെടാൻ പരിശ്രമിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഭീരുവായ അഹ്റോൻ ശക്തമായിട്ട് നിൽക്കേണ്ടതിന് പകരം ജനത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സ്വർണം കൊണ്ടുള്ള ഒരു വിഗ്രഹം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ തെറ്റുകളാണ്. ഇവിടെ നമ്മൾ അഹ്റോൻ എന്ന വ്യക്തിയുടെ ആ വ്യക്തിത്വം പരിശോധിക്കുമ്പോൾ ഒരു വശത്തോടെ ദൈവം പ്രത്യേകമായിട്ട് ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. എങ്കിലും ഭീരുവായ മനുഷ്യൻ, ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് സാക്ഷ്യം കൊടുക്കുന്നതിൽ പരാജയപ്പെട്ട മനുഷ്യൻ. ഇത് സൂചിപ്പിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഇതാണ് മനുഷ്യജീവിതം. അത് വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും കഥ ഒരുമിച്ച് കൊണ്ടുപോകുന്നൊരു കഥയാണ്, ഒരു ജീവിതമാണ്. അഹ്റോൻ എന്ന വ്യക്തി നമ്മൾ കാണുന്ന കാര്യം അത് തന്നെയാണ്.
ഈ അഹ്റോന്റെ വ്യക്തിത്വം പ്രത്യേകിച്ച് പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ മോശയ്ക്ക് പകരം സംസാരിക്കുന്ന വ്യക്തിയായിട്ട് അഹ്റോനെ കൊടുത്തിരിക്കുന്നത്. മോശയ്ക്ക് വിക്കുണ്ടായിരുന്നു. ആ കാര്യം ദൈവത്തോട് മോശ പറയുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ പാഠവുമില്ല. അതുകൊണ്ട് അഹ്റോൻ ഫറവോയുടെ മുമ്പിൽ പോയി ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച് വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകാനായിട്ട് അവരെ വിട്ടു തരണമെന്ന് ഫറവോട് ആവശ്യപ്പെടുന്നത് അഹ്റോനാണ്. നിർണായക നിമിഷങ്ങളിലെല്ലാം മോശയെപ്പോലെ തന്നെ ഫറവോയുടെ മുമ്പിൽ പോയി സംസാരിക്കുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ അഹ്റോനാണ്. ചില അവസരങ്ങളിൽ ദൈവം അഹ്റോനോട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ബലഹീനായ മനുഷ്യൻ ഹോർ മലയിൽ വെച്ച് സ്ഥാനമൊഴിയുന്നു, മരിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് പ്രധാന പുരോഹിതന് തൻ്റേതായ ഔദ്യോഗിക വസ്ത്രമുണ്ട്. അതാണ് അഹ്റോൻ്റെ വസ്ത്രമൂരി മകനായ ഏലിയാസിനെ ധരിപ്പിക്കുക. കാരണം പ്രധാന പുരോഹിതൻ്റെ വേഷവിധാനം തന്നെ ഇസ്രായേലിന് പകരമായി, ഇസ്രായേലിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുന്ന മനുഷ്യൻ. അത് നമ്മൾ ലേവിയുടെ പുസ്തകത്തിൽ കണ്ട കാര്യങ്ങളാണ്. പ്രധാന പുരോഹിതൻ്റെ വേഷത്തിനും പ്രത്യേകമായ പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. അദ്ദേഹത്തിൻ്റെ കിരീടത്തിൽ കദോഷ് ലാദോണായി, ദൈവത്തിൻ്റെ പരിശുദ്ധൻ, അത് എഴുതി സ്വർണ്ണത്തകിട് കൊണ്ട് എഴുതി വച്ചിരിക്കുകയാണ്. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ ഓർമ്മിക്കുന്നതിന് വേണ്ടി 12 കല്ല് അത് മാർച്ചിട്ടയിൽ ധരിക്കുകയാണ്, അവരുടെ പേരുകൾ എഴുതി. എന്ന് പറഞ്ഞാൽ പ്രധാന പുരോഹിതൻ ഈ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെയും തൻ്റെ മാറിൽ ധരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുകയാണ്. അഹ്റോൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ, ഇതാ ഇസ്രായേലിൻ്റെ ഈ 12 ഗോത്രങ്ങളും ദൈവമേ, അവർക്ക് വേണ്ടി ഞാൻ നിലകൊള്ളുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയ സ്ഥാനം അലങ്കരിക്കുന്ന ആ വ്യക്തി, അതാണ് അഹ്റോൻ. ആ വ്യക്തിയാണ് ഹോർമലിൽ വെച്ച് മരിക്കുന്നതും ഏലിയാസർ പ്രധാന പുരോഹിതനായി തീരുന്നതും. അപ്പോൾ അഹ്റോൻ്റെ മരണത്തോടുകൂടി പഴയ നിയമത്തിൽ അത് ഒരു ഹെറിഡിറ്ററി ആയിട്ട്, പരമ്പരാഗതമായിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ ഏലിയാസർ പൗരോഹിത്യ സ്ഥാനം, പ്രത്യേകിച്ച് മഹാപുരോഹിതൻ്റെ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ യേശുവിൻ്റെ ആഗമനത്തോടെ അഹ്റോൻ്റെ പൗരോഹിത്യം കാലഹരണപ്പെട്ടു. യേശു എന്നേക്കുമുള്ള പ്രധാന പുരോഹിതനായി ഹെബ്രായർക്കുള്ള ലേഖനം 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ജനത്തിനു വേണ്ടി മധ്യസ്ഥം വഹിക്കാനും ദൈവജനത്തെ മുഴുവനും ഒരു കാഴ്ചയായി സ്വർഗീയ പിതാവിൻ്റെ മുമ്പിൽ കൊടുക്കുവാനും യേശുവാണ് ലോകത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 20-ാമത്തെ അധ്യായം ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം പുറപ്പാട് സംഭവത്തിലുള്ള അവിടെ 3 യാത്രകളിൽ ആ 3-ാമത്തെ യാത്രയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി അടുത്ത ക്ലാസ്സിലാണ് 21-ാമത്തെ അധ്യായത്തിൽ വീണ്ടും ഇസ്രായേൽക്കാർക്കുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയെ പറ്റിയാണ്. കാരണം അവർ വാഗ്ദത്ത ഭൂമിയുടെ പടിവാതിൽക്കലാണ് എത്തിയിരിക്കുന്നതെങ്കിലും അവിടെ എത്തുന്നതിന് മുമ്പ് വീണ്ടും പ്രതിസന്ധികൾ അവർക്കുണ്ട്. നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഇസ്രായേൽക്കാരുടെ യാത്ര എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ യാത്രയാണ്. അവിടെയുള്ള പ്രതിസന്ധിയെ പറ്റിയായിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്.